അല്ലയെങ്കിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ശ്രീ മഹാക്ഷേത്രമാണ്. വയനാട് ജില്ലയിൽ മാനന്തവാടിയിൽ നിന്ന് 30 കിലോമീറ്റർ മാറി ബ്രഹ്മഗിരിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ മാനന്തവാടി മൈസൂർ റൂട്ടിൽ കാട്ടിക്കുളത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മനോഹരമായ വനപാതയിലൂടെ സഞ്ചരിക്കണം. വന്യജീവികളുടെ വിഹാരകേന്ദ്രമായ ഈ വനത്തിലൂടെയുള്ള യാത്രയിൽ ആന, മാൻ, മയിൽ, കാട്ടുപോത്ത് തുടങ്ങി പല ജീവികളെയും നമുക്ക് കാണാൻ സാധിക്കും. ദക്ഷിണ കാശി, ദക്ഷിണ ഗയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം പിതൃബലി അർപ്പിക്കുന്നതിനുള്ള വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാന ക്ഷേത്രമാണ്. വയനാടൻ ഗോത്രഭൂമിയിലെ ആത്മീയ ചൈതന്യത്തിന്റെ മുഖമുദ്രയാണ് ബ്രഹ്മഗിരി മലനിരകളിലെ ഈ പുണ്യപുരാതന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിന്ന് അല്പം അകലെയാണ് പാപനാശിനി എന്ന അരുവി. പാപനാശിനിയിലെ പുണ്യജലത്തിൽ ഒന്ന് മുങ്ങിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാവും എന്നാണ് വിശ്വാസം. ഇവിടെ ബലിതർപ്പണം ചെയ്താൽ മരിച്ചവരുടെ ആത്മാവ് ഭഗവത് പാദങ്ങളിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. വർഷത്തിൽ എല്ലാ ദിവസവും വാവുബലി നടത്തുന്ന ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി മഹാദേവ ക്ഷേത്രം. ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പാറക്കെട്ടുകൾക്കിടയിലൂടെ പേരറിയാത്ത ഒട്ടനവധി വൃക്ഷങ്ങളുടെ വേരുകളെയും ഇലകളെയും തഴുകിയെത്തുന്ന ഔഷധ ഗുണമുള്ള പാപനാശിനി മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് അവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന പുണ്യതീർത്ഥമാണ്. ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹത്താലുള്ള പാപങ്ങൾ കഴുകിക്കളയാനായി പാപനാശിനിയിൽ മുങ്ങിയതായി പറയപ്പെടുന്നു. അതിപുരാതനമായ ഈ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണെന്നോ ഏത് കാലഘട്ടത്തിലാണെന്നോ ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും 10ാം നൂറ്റാണ്ടിൽ ചേര രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മന്റെ കാലത്ത് തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു തിരുനെല്ലി. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനപ്രദേശത്ത് അതിപുരാതനമായ 2 ഗ്രാമങ്ങളുടെ അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. പാപനാശിനി ഗ്രാമം, പഞ്ചതീർത്ഥ ഗ്രാമം എന്നിവയായിരുന്നു ആ 2 ഗ്രാമങ്ങൾ. അജ്ഞാതമായ ചില കാരണങ്ങളാൽ മിക്കവാറും ഒരു പകർച്ചവ്യാധിയാൽ ഈ ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രം ഉണ്ടായതിനെപ്പറ്റി പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ഹംസാരൂഢനായി ആകാശമാർഗേ പോയ ബ്രഹ്മാവ് മനോഹരമായൊരു ഭൂപ്രദേശം കണ്ട് താഴെ ഇറങ്ങി അവിടെ കണ്ട നെല്ലിമരത്തിനടുത്ത് വിഷ്ണുവിന്റെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം. മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ 3 മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്ന് വലഞ്ഞ് ഇവിടെ കിടന്നുറങ്ങിയപ്പോൾ ഇവർ ഒരു പുരാതന ക്ഷേത്രം കാടുപിടിച്ച് നിൽക്കുന്നത് കണ്ടു. അതിനടുത്തായി നിറയെ നെല്ലിയുള്ള ഒരു നെല്ലിമരം കണ്ട് അവർ തങ്ങളുടെ പൈതാഹങ്ങൾ അകറ്റി. അതിനുശേഷം ഒരു അശരീരി കേൾക്കുകയും ഈ സ്ഥലത്ത് പരബ്രഹ്മസ്വരൂപികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടെന്നും തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണമെന്നും ഇനി മറ്റ് സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തേണ്ടതില്ലെന്നും അറിയിച്ചു. ഇതിനാൽ അവർ ഈ സ്ഥലം തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാം. തൃശ്ശിലേരിയിലെ ശ്രീ മഹാദേവന് വിളക്ക് വെച്ച് പാപനാശിനിയിൽ ബലിതർപ്പണത്തിന് ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതാണ് ശരിയായ രീതി. പുത്തരി, വിഷു, ഭൂതത്താനെ പറഞ്ഞയക്കൽ, ശിവരാത്രി എന്നിവയാണ് തിരുനെല്ലി മഹാക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്ന പ്രധാന ഉത്സവങ്ങൾ. ക്ഷേത്രത്തിന് വടക്ക് വശത്തായി ഒരു കരിങ്കൽ പാത്തി നമുക്ക് കാണാൻ കഴിയും. ഇതിനു പിന്നിലും ഒരു ചരിത്രമുണ്ട്. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ചിറക്കൽ രാജാവിൻ്റെ പത്നി വാരിക്കര തമ്പുരാട്ടി ക്ഷേത്ര ദർശനത്തിനെത്തുകയും ദർശനത്തിന് ശേഷം ദാഹശമനത്തിനായി അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിനുള്ള വിഷമം ശാന്തിക്കാരൻ തമ്പുരാട്ടിയോട് ഉണർത്തിക്കുകയും ചെയ്തു.
ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുകയുള്ളൂ എന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ച് തമ്പുരാട്ടി പ്രതിജ്ഞ ചെയ്തു. ഉടനെ തന്നെ പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്ക് തമ്പുരാട്ടി കൽപ്പന നൽകുകയും ചെയ്തു. ബ്രഹ്മഗിരി മലനിരകളിലെ ചെറിയ നീരുറവുകളിൽ നിന്നും തൂണുകൾ നാട്ടി കരിങ്കൽ പാത്തിയൊരുക്കി ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കാൻ തുടങ്ങിയെന്നാണ് ചരിത്രം. ബ്രഹ്മഗിരിയുടെ താഴ്വരയിലെ ഈ പ്രദേശത്ത് സ്ഥിതിയുടെ കർത്താവായ മഹാവിഷ്ണുവിൻ്റെയും സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിൻ്റെയും ചൈതന്യധാരകളും പ്രകൃതിയുടെ മനോഹാരിതയും ഒത്തുചേർന്ന് പരിലസിക്കുന്നു. ബ്രഹ്മഗിരി മലകളുടെ പടിഞ്ഞാറേ അറ്റത്തായി കാണപ്പെടുന്ന ഗുഹയാണ് പക്ഷിപാതാളം. പാലാഴി മഥനം കഴിഞ്ഞ് മഹാവിഷ്ണുവിൽ നിന്നും ലഭിച്ച അമൃത് ഗരുഡൻ പക്ഷിപാതാളത്തിൽ സൂക്ഷിച്ചുവെന്നും ഗരുഡൻ അമൃതം സൂക്ഷിച്ചിരുന്ന സ്ഥലമായതിനാൽ പക്ഷിപാതാളമെന്നും സനകാദി മഹർഷികൾ തപസ്സു ചെയ്ത സ്ഥലമായതിനാൽ ഋഷിപാതാളമെന്നും ഈ ഗുഹ അറിയപ്പെടുന്നു. പക്ഷിപാതാളത്തിനടുത്തായി ഗരുഡൻ വിശ്രമിച്ചിരുന്ന വലിയ പാറയെ ഗരുഡപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഗരുഡപ്പാറ ഏകദേശം ഒരു പക്ഷിയുടെ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് പാപനാശിനിയിലേക്കുള്ള വഴിയരികിലായി പഞ്ചതീർത്ഥക്കുളം സ്ഥിതി ചെയ്യുന്നു. ശംഖതീർത്ഥം, ചക്രതീർത്ഥം, ഗദാതീർത്ഥം, പത്മതീർത്ഥം, പാദതീർത്ഥം എന്നിവ കൂടിച്ചേരുന്ന കുളമായതുകൊണ്ടാണ് പഞ്ചതീർത്ഥം എന്നറിയപ്പെടുന്നത്. ശ്രീ വിഷ്ണു ഭഗവാന്റെ തൃപ്പാദങ്ങളെ പ്രതീകാത്മകമായി ചിത്രീകരിച്ച് തീർത്ഥക്കുളത്തിന് മധ്യഭാഗത്തായുള്ള പാറയിൽ 2 കാലടി രൂപങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു. പരമശിവൻ കുടികൊള്ളുന്ന ഗുഹാക്ഷേത്രമായ ഗുണ്ടികാ ശിവക്ഷേത്രവും പാപനാശിനിക്കരയിലാണ്. പ്രധാന ക്ഷേത്രത്തിലെ ബ്രഹ്മസാന്നിധ്യവും വിഷ്ണു പ്രതിഷ്ഠയും ഗുണ്ടികാ ശിവനും ചേരുമ്പോൾ ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനമായ തിരുനെല്ലി ദേവലോകമായി മാറുകയാണ്. പച്ചപ്പിനുള്ളിലെ ഉരുളൻകല്ലുകൾ ചിതറിക്കിടക്കുന്ന വഴികളിൽ നഗ്നപാതരായി നടന്ന് പാപനാശിനിയിൽ പിതൃതർപ്പണം നടത്തിയവരെല്ലാം പിന്നീട് എപ്പോഴൊക്കെയോ പലതവണ മനസ്സുകൊണ്ട് ഇവിടെ വന്നു മടങ്ങിയിട്ടുണ്ടാവാം. ഓരോ തിരിച്ചുപോക്കും വീണ്ടുമുള്ള വരവിനു വേണ്ടിയുള്ള യാത്രയാകാം. ഇതാണ് തിരുനെല്ലിയുടെ വശ്യതകൾ. ജീവിതയാത്രയിലെ മോക്ഷത്തിനു വേണ്ടിയുള്ള തീർത്ഥാടനം. ഉറ്റവരുടെ ഓർമ്മകൾ ബ്രഹ്മഗിരിയോളം വളർന്നു നിൽക്കുമ്പോൾ തലമുറകളുടെ കണ്ണികൾ ഇവിടെ കൈകോർത്തു നിൽക്കുന്നു. ആധുനികതയുടേതായ ഈ കാലത്തും പരിഷ്കാരത്തിൻ്റെയും നഗരവൽക്കരണത്തിൻ്റെയും വേവലാതികളോ തിരക്കോ ഗ്രസിക്കാത്ത ഗ്രാമമാണ് തിരുനെല്ലി. ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ താമസ സൗകര്യം ക്ഷേത്രത്തിൻ്റെ വക വിശ്രമ മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തു തന്നെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള മറ്റു താമസ സൗകര്യങ്ങളും ലഭ്യമാണ്.